ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെയും സുഖത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഫ്രൂട്ട് കസ്റ്റാർഡുമായിട്ടാണ്. നമുക്ക് ഈ ചൂടിൽ തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് ഇത്. തണുപ്പോട് കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മുടെ ഒരു ഭയങ്കര റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണുള്ളത് അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഈ ചൂട് കാലത്ത് നമുക്ക് അടിപൊളിയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 500 ml മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവിലായിരിക്കും ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 ലിറ്റർ പാല് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന അളവൊക്കെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ അതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് കറക്റ്റ് മധുരം ഉണ്ടാകും. ഇനി കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഒന്നുകൂടെ 1 ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ പാല് ഞാൻ ചൂടാക്കാൻ വെച്ചു. ആ സമയം ആ ഒരു 500 ml മിൽക്കിൽ നിന്ന് തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാല് വേറൊരു കപ്പിലോട്ട് മാറ്റിയെടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് തണുത്ത പാലിലോട്ട് തന്നെയാണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഇളക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചൂടുള്ള പാലിലോട്ട് ആ മിശ്രിതം അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം പാല് കട്ട പിടിച്ചു പോകും. അപ്പോൾ കട്ട പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ രുചി അങ്ങ് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക, കാരണം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ ഈ കസ്റ്റാർഡ് മിശ്രിതം നമ്മൾ ഇട്ടതിന് ശേഷം വീണ്ടും പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതാണ് പാകത്തിനുള്ള ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ് ഒരുപാട് തിക്കായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ രുചി ഉണ്ടാവില്ല. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നുകൂടെ തിക്കായിരിക്കും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കാൻ വെക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമുള്ളതാണിത്. ഇത് നല്ല തണുത്തപ്പോൾ ഒന്നുകൂടെ നല്ലോണം തിക്കായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾക്കിത് എന്ത് ചെയ്യുക, ഇതിലോട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ച ഫ്രൂട്ട്സാണ് മുന്തിരി. അപ്പം ഞാൻ അതിലോട്ട് അല്പം മുന്തിരി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ബൗളിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ബൗള് മുന്തിരി. പിന്നെ അതുപോലെ തന്നെ കിവി ആഡ് ചെയ്യുക. കിവി നല്ല പഴുത്തതാണ്, പുളിയുള്ള കിവി ചേർക്കേണ്ട, പഴുത്ത കിവി ചേർത്താൽ മതി. പിന്നെ നല്ല പഴുത്ത പപ്പായ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷമാമും നല്ല രുചിയാണ്. ഇതിലേക്ക് ചേർക്കുമ്പോൾ ഷമാമ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിലോട്ട് നമ്മുടെ പേരക്ക ഉണ്ടല്ലോ, പഴുത്ത പേരക്ക, അതിൻ്റെ കൂരെല്ലാം കളഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു പിയറും കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ബനാന, നമ്മുടെ റോബസ്റ്റ് ബനാന എനിക്ക് കിട്ടുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റോബസ്റ്റ് ബനാന ചേർത്തു. നിങ്ങൾക്ക് സാധാ നമ്മുടെ പഴം കിട്ടുകയാണെങ്കിൽ, നേന്ത്രപ്പഴം കിട്ടുകയാണെങ്കിൽ അത് ചേർത്തോളൂ. പിന്നീട് അതിലോട്ട് ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിയാ സീഡ് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിലോട്ട് ബദാമും കാഷ്യൂ അത് രണ്ടും പാടെ ക്രഷ് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ എന്താണ് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് കഴിക്കുമ്പം ഇതിങ്ങനെ ഈ നട്ട്സ് ഒക്കെ ഇതിലുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു രുചിയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയത് ഇങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോഴേ. അപ്പോൾ അതിനായിട്ട് നമ്മളെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പം ഈ നട്ട്സൊക്കെ എല്ലായിടത്തും എത്തണം. അപ്പം അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. ഇപ്പം നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ തണുപ്പിച്ചിട്ടാണല്ലോ നമ്മളിതെല്ലാം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ തണുപ്പ് നമ്മൾ ഓൾറെഡി നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നമ്മൾ തണുപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും എല്ലാം കൂടെ നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല രുചി വരിക. അപ്പോൾ നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു എനർജി ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തേക്കും. നല്ല രുചിയാണ് കഴിക്കാൻ. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് മതി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ കുറച്ച് തണുപ്പിക്കുന്ന സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് കഴിക്കാനായിട്ട് ഒരു കപ്പിലോട്ട് മാറ്റിയെടുക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പിച്ച് കഴിക്കണേ, നല്ലതാണ്, അതിൻ്റെ കറക്റ്റ് രുചി കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക.